ഹലോ, നമ്മുടെ ഫാമിലി ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമലും ലൈഫിൽ ആദ്യമായിട്ട് ഓഫ് റോഡ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ പജീറോ പണിത് ഇത് കണ്ടല്ലോ, ഒന്നുമില്ല, നമ്മൾ മെക്കാനിക്കൽ കംപ്ലൈന്റ് എല്ലാം തീർത്ത് ചുമ്മാ അങ്ങ് ഇറങ്ങുവാണ് കേട്ടോ. ഓഫ് റോഡ് റേസ് നമ്മളിങ്ങനെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 8 ഇന്ന് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, വീൽ ടോൾ റേസിംഗ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാനും അമലും ഓടിക്കുന്നുണ്ട്. അപ്പോൾ സെയിം വണ്ടി തന്നെയാണ് ഞങ്ങൾ ഓടിക്കുന്നത് കേട്ടോ, നമ്മുടെ പജീറോ. ഒരു പാർട്ടിസിപ്പേഷൻ, അതായത് നമുക്കിത് എങ്ങനെ സംഭവം അറിയത്തില്ല, അപ്പം നമുക്കിതൊന്നും അറിയണമല്ലോ. അപ്പം നമ്മൾ പ്രൈസോ ഭാഗത്തോട്ട് നമ്മൾ ചിന്തിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിത് ഇറങ്ങുക, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ വീഡിയോയ്ക്കകത്ത് ഇടാം. എന്താണെങ്കിലും നമ്മൾ ഇനി ഇങ്ങനെയുള്ള കോമ്പറ്റീഷനുകളിൽ പയ്യെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രസമാണ്, ചുമ്മാ ഒരു അല്ലേ, നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് കേപ്പബിലിറ്റീസ് ഇത് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഒരു സ്പോർട്ടാണ്, അപ്പോൾ ഒരു സ്പോർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ പ്രായത്തിലല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവനെ പോയേക്കാം. ഇതാണ് ഇവന്റ് നടക്കുന്ന സ്ഥലം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറ്റി വണ്ടി പാർക്ക് ചെയ്യാം. സ്ഥലമില്ല. ഫസ്റ്റ് ഇവന്റ് SUV ക്ലാസ്സിൽ പ്രൊഡക്ഷൻ മോഡൽ SUVസിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇവന്റാണ്. സോ ഇത് നമ്മൾ നിങ്ങളുടെ ഈ റെസ്പോൺസും ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു 20 to 30 നമ്പേഴ്സ് ആയിരുന്നു, എൻട്രീസ് ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഇപ്പം വി ഹാവ് മോർ ദാൻ 56 എൻട്രീസ് ആൻഡ് എനിക്ക് തോന്നുന്ന ഒരു 14+ കോമ്പറ്റീറ്റേഴ്സ് എൻട്രി എടുക്കാതെ അത് ഓടിക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പം ഈ ഇവന്റ് കഴിയുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് റിവ്യൂസ് എന്താണ്, നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സജഷൻസ് ഗ്രൂപ്പിൽ പറയുക, അപ്ഡേറ്റ് ചെയ്യുക. ഈ ഇവന്റ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പ്ലാൻ. പല സ്ഥലങ്ങളിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ലേസർ കട്ട് ആവും, അത് അവിടെ ക്ലോക്ക് ചെയ്യും. അതായിരിക്കും നിങ്ങളുടെ ഓവറോൾ ടൈം വരുന്നത്. 2.6 ഓപ്പൺ കാറ്റഗറി പോർഷൻസ് ആണ്. ഇനിയിപ്പോ ഉണ്ടല്ലോ ട്രാക്ക് നമ്മൾ നടന്ന് കാണിക്കുവാണ്. ഇപ്പൊ നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. ഞങ്ങള് 2.6 ഓപ്പൺ കാറ്റഗറി ആണ് എടുത്ത്, പക്ഷെ മണ്ടത്തരമായി പോയി. അത് ബിഗിനേഴ്സ് ആണെന്ന് വിചാരിച്ചില്ലേ. ചേട്ടൻ ട്രാക്ക് കാണിച്ചു തരാണ്. അപ്പൊ നടന്ന് നോക്കിയിട്ട് ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് വണ്ടി ഓടിച്ച് കാണിക്കുവാണ് കേട്ടോ. ഇതിലമ്മഴി സ്ട്രെയിറ്റ് വന്നിട്ട് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളെ. ഞങ്ങള് ഒരു ഗിയർ അങ്ങോട്ട് ഇടും, ആ ഗിയറിൽ ഇത് മൊത്തം ഓടിക്കും. എന്ത് സംഭവിക്കും നമുക്ക് കണ്ടറിയാം. വണ്ടി പോയാൽ നമ്മള് പണിയും. അപ്പം പക്ഷെ 4-5 വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അല്ലേ. ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത് ഫ്ലഷ് ആയതുകൊണ്ട് മാത്രമാണ്, പെനാൽറ്റി ഇല്ല. ഏതിലെ വേണമെങ്കിലും വൈഡായിട്ട് എടുക്കാം. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ വഴി തന്നെ. ഇവിടുന്ന് ലെഫ്റ്റ്, ആ ഒബ്സ്റ്റക്കിള് അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ, ഇവിടുന്ന് ലെഫ്റ്റ് നമുക്ക് പോകണ്ടേ. ആൾക്ക് ഒരു കോണിന് 5 സെക്കൻഡ്സ്. നിങ്ങളിപ്പോ 10 കോൺ ഉണ്ടെങ്കിൽ × 10. ലേഡീസ് ക്ലാസ് ഓടിക്കുന്നവരൊന്ന് പറഞ്ഞു എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും കോ ഡ്രൈവർ വേണോ? അല്ല വേണമെങ്കിൽ പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല. വേണം, ഓക്കെ കുഴപ്പമില്ല. ശരി കൊടുത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ജിത്തു എല്ലാവർക്കും. അപ്പം ലേഡീസ് ക്ലാസ്സിന് മാത്രം ഫസ്റ്റ് ഇനി ഉണ്ടാവില്ല. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ജിംനിയുടെ ക്ലാസ് ആണ്. അടിപൊളി. ഫസ്റ്റ് ഒരു വണ്ടി പോലെ എടുക്കാൻ പറ്റിയില്ല നമ്മളെ. അടിപൊളിയായിരുന്നു ഇത്. അവിടെ ചെറുതായിട്ട് സ്റ്റക്കായ കൂട്ടാണ്, അല്ല ഈസി ആയിട്ട് കയറി വന്നു. ഞാനും അവലും ഇതൊക്കെ കണ്ട് ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചില്ല. വണ്ടിയിൽ കയറുമ്പോൾ എന്ത് പോകുന്നതാണെങ്കിൽ ചെയ്യുക. വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അതെ, നമ്മുടെ ഒരു ജിംനി ഇവിടെ താന്ന് കേട്ടോ. ഇത് വണ്ടി അവിടെ നിന്ന് നന്നായിട്ട് വന്ന വണ്ടിയായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും സൈഡിലോട്ട് തെന്നിപ്പോയി, അവിടെ ലോക്കായി.
ദേ വണ്ടി ഓടിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും ലൈനപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പോ നമ്മളെ എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് പറയാം എക്സ്പീരിയൻസ്. ഇത് നമ്മുടെ ഒരു എന്നാ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10ാമതാന്ന് തോന്നുന്നു. മഴ പെയ്യുമ്പോൾ ട്രാക്ക് ഒന്നും കൂടെ വൈബാവും. അതെ, അടിപൊളി. അങ്ങനെയുണ്ടല്ലോ, എൻ്റെ റൺ കഴിഞ്ഞു. സമയമൊന്നും ഞാൻ നോക്കിയില്ല. അമലാണ് അടുത്ത്. പക്ഷെ നമുക്ക് ഇനിയിപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. അതെയല്ലോ, മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടൻ. അതെ, മോൻ്റെ പേരെന്നാ? മോൻ്റെ പേരെന്നാ? സാബിർ. താങ്ക് യു സോ മച്ച്. മദ്രസ പോയിട്ട് വരുന്ന വഴിയാണോ? ഫോട്ടോ എടുക്കാമല്ലോ. നിന്റെ വീഡിയോ വരും കേട്ടോ. ഫോട്ടോഗ്രാഫർ ആണല്ലോ. പിന്നെ നമ്മുടെ ഞങ്ങൾ എന്നാണ് ഈ വണ്ടി ഒരു കാര്യം തീരുമാനിച്ചു, ഇത് പണിയാൻ പോകുന്നത്. ST കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോജക്റ്റ് പജീറോ SWB. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ഒത്തിരി മഡ് വന്നപ്പോഴേക്കും നമ്മുടെ വിൻഷീൽഡ് ബ്ലോക്ക് ആകാൻ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഒരു സമയത്ത് ഒറ്റ ഓടിനും ഓടിച്ചു. കണ്ണാടി മസ്റ്റാ. കണ്ണാടി വേണം. നിനക്കത് കംഫർട്ടബിൾ ആണെങ്കിലേ ഉള്ളൂ. കംഫർട്ടബിൾ ആണെങ്കിൽ അത് വെക്കുക. അത് എന്തിരിപ്പുണ്ടേ? ഹെൽമെറ്റ് അത് ഉടച്ചോ. ഇപ്പൊ ഇനി അമലിന്റെ ടേണാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ചേച്ചി ലൈനപ്പാണ്. ഇനി അടുത്ത ചേച്ചി ഇറങ്ങിയ നമ്മുടെ ജിത്തു ചേട്ടന്റെ വൈഫ്. എന്താണെങ്കിലും പോയി എടുക്കാം. അടിപൊളി കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കോമ്പറ്റീഷൻസ് ഇറങ്ങും. പ്രൈസിനല്ല, ചുമ്മാ രസം. ഇത് ഭയങ്കര അഡ്രിനാലിൻ റഷ് ആട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് ഭയങ്കര പൊളിച്ച വണ്ടി. അടുത്ത് അമല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹെൽമെറ്റ് തരാലോ. ഇപ്പൊ ഫ്രണ്ടിലാണോ? അന്നത്തെ അത് കൊടുത്തേക്കാം ഇങ്ങോട്ട്. ശരി. അപ്പൊ അമൽ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അമലെ, ഓൾ ദി ബെസ്റ്റ്. തകർക്ക്. അടുത്ത നമ്മുടെ അമലാണ് കേട്ടോ. അയ്യോ, അത് വള്ളിയായിട്ടാണല്ലോ വരുന്നത്. അടിപൊളി. ആ മൊമെന്റത്തിൽ വരുമായിരുന്നെങ്കിൽ അമലാണ് കേട്ടോ. അമൽ ഇവിടുത്തെ എൻട്രി എനിക്ക് കാണണ്ടേ.
നമ്മൾ റേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ രണ്ട് കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് ആദിഷ് 6B അല്ലേ? മോൻ്റെ പേര് നിഹാൽ. ഏത് ക്ലാസ് പഠിക്കുന്നത്? 7B. അടിപൊളി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വീട് എവിടെയാ? ഇവൻ പറയുവാണേ ഇവൻ്റെ വീഡിയോ ഇടുവാണെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടും അല്ലേ? ഉറപ്പല്ലേ? ലൈക്ക് കിട്ടില്ല നിന്നെ പിടിക്കുമ്പോൾ തിരിച്ചു വന്ന്. അടിപൊളി. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? വണ്ടിയൊക്കെ ഇഷ്ടമാണോ? ഓഫ് റോഡൊക്കെ ഇഷ്ടമാണോ? വലുതാകുമ്പോൾ ഓഫ് റോഡ് പോവോ? ഉറപ്പാണോ? അടിപൊളി. അപ്പോൾ റേസിംഗ് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് തീരാറായി. ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇവന്റ് അടിപൊളിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് അമ്മലെ ഇവന്റ്? നമ്മളൊരു കാര്യം തീരുമാനിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഇനി പയ്യെ സമയം കിട്ടുവാണെങ്കിൽ അല്ലേ ഉറപ്പായിട്ടും ഇറങ്ങും. വണ്ടി നമ്മൾ പണിയും. ഇപ്പോൾ സ്റ്റോക്കിലാണ് വണ്ടി. അങ്ങനെ നമ്മുടെ ഇവന്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ആൾക്കാരെല്ലാവരും ഫൺ റൈഡ് ചെയ്യുന്നു. ഇതുണ്ടോ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സ്ലഷായി. ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതെ, അത് കണ്ടറിയാം. വിന്നേഴ്സ് എല്ലാവരും B12 ടീഷർട്ട് ഇട്ടിട്ട് വരണം. ഇതിനകത്തുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മലും നമ്മുടെ സമയം നോക്കിയിട്ടില്ല ഇതുവരെ. അല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. അല്ലേ? ആരും ചോദിച്ചിട്ടില്ല. റോഡൊക്കെ ഫുള്ള് ചെളിയാണ്. In third place is Madhu Kumar. In second place we have Srinath. Time of 1 minute 48 seconds. I invite Mr. Food Hunter Sabu. In second place we have Amal KM with a time of 1 minute 33 seconds. In first place we have Sebin with a time of 1 minute 31 seconds. ചുമ്മാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അടിപൊളി. നമ്മളെ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മള് വണ്ടി സ്റ്റോക്കിൽ നിന്ന് ഞങ്ങൾ മാറ്റാൻ പോവാണ് കേട്ടോ. ആ കാര്യം നമ്മൾ തീരുമാനിച്ചത്. അതായത് നമ്മൾ വണ്ടി പണിതിട്ടൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ അതുകൊണ്ടുണ്ട്. അപ്പം ശരി കേട്ടോ. അപ്പൊ കാണാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിനി, വണ്ടി നമ്മൾ പണിയാൻ പോവാണ്. ഇതിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്കാണ്. ഇന്ന് നമ്മളിത് പണിയും. പ്രോജക്ട് പജീറോ ഷോർട്ട് വീൽ ബേസ്. ഇത് പുറകെ വരും. വീട്ടിൽ പോയി റിയാക്ഷൻ കാണിക്കണ്ടേ അല്ലേ? ഇത് അങ്ങനെ വീട്ടിലെത്തി. നമ്മളെ സ്കൂളിലൊന്നും ട്രോഫി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ ഒരെണ്ണം കിട്ടി. സന്തോഷം. ട്രോഫി ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട അമലിന്റെ ട്രോഫി. ആക്ച്വലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോയതല്ല കേട്ടോ. ട്രോഫിക്ക് വേണ്ടി പോയതല്ല, വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോയതാണ്. അപ്പൊ എൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞായിരുന്നു വണ്ടി പണിയുന്ന ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞു. വണ്ടി എനിക്ക് വേറെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മെസ്സേജ് പുള്ളി മെസ്സേജ് അയച്ചാൽ ക്രൗണും പിന്നീടൊക്കെ മാറിയതൊക്കെ ഓക്കെ. പക്ഷെ വണ്ടി 100 കിലോമീറ്റർ അല്ല എത്രയാ 10 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അടിച്ചു പിടിച്ചു പോകുന്നു. അതല്ല നമ്മളിന്ന് വണ്ടി പൊളിച്ചിട്ടുണ്ട്. ഇതുവരെ പോയിട്ടില്ല. ഇനി പോയാലില്ല, പണിയും അങ്ങനെ പഠിക്കുന്നു അല്ലേ? അന്ന് പണിയത്തില്ല പോകുന്നൊക്കെ വിചാരിച്ചിട്ട് പണി പിടിക്കുമായിരുന്നു. ഇല്ല. അതെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു. പജീറോ പ്രോജക്ട് സ്റ്റാർട്ടിങ് സൂൺ. അതെ, ഓക്കെ. എന്നാ എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് പുതിയ വണ്ടി? എങ്ങനെയുണ്ട്? അങ്ങോട്ടാ ഏത് വണ്ടിയാ? ഏത് വണ്ടിയാ? നീ എന്നെ അപമാനിച്ചല്ലോ. എന്നാ കാണണോ? കഴുകണോ? ഈ വീട്ടിൽ ഹാങ്കൂട്ടർ മാത്രമേ ഉള്ളൂ വണ്ടി കഴുകണം എന്നുള്ളൊരു ബോധം. പിന്നെ പറ, ഇവനറിയാം. കുഞ്ഞുമറിയാം എന്നാടാ ഇത്? പാപ്പിയോ? അവൻ പറയുന്നേട്ട്. വാ, വണ്ടിക്കകത്ത് സാധനം ഇരിപ്പുണ്ട്. വാ,
അപ്പ എടുക്ക്, എടുത്തോണ്ട് ഇവിടെ ഒന്ന് വായിക്ക്. അടിപൊളി. അതേന്ന് SUV ഓപ്പൺ അപ് ടു 2.6 ഫസ്റ്റ് പ്രൈസ്. ഞാൻ ഫസ്റ്റ് ആവുമ്പോ സെക്കൻഡ് ആവല്ലേ. നമ്മുടെ ഈ വണ്ടി വെച്ച് തന്നെ. അപ്പൊക്ക് ഫസ്റ്റ് കിട്ടി. സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രോഫി കിട്ടിയിട്ടില്ല. സാധനം എങ്ങനെയുണ്ട്? വർഗീസ് സാർ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച സാർ ആശാൻ. ചെളിയാണോ കുഞ്ഞോ? ഈ അങ്ങോട്ട് വണ്ടി ഇഷ്ടപ്പെട്ടോ? എന്നാ പിടിച്ചോ, പിടിച്ചോ. ഇതെന്നാടാ ഇത്? കുഞ്ഞുമരത്തിനാണോ? കുഞ്ഞുമരം സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടു. ചെളിയാന്നേ വണ്ടിയുടെ, അപ്പയുടെ വണ്ടി മൊത്തം ചെളിയാന്നേ. വീഡിയോ കാണിച്ചു തരാം വണ്ടി ഓടിക്കുന്നത്. പക്ഷെ വണ്ടി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇത് അടിപൊളിയാ വണ്ടി. ഇത് കുളന്നെങ്ങാനും കൊടുത്തു പോവായിരുന്നെങ്കിൽ ഞാൻ അന്ന് വല്ല ഈ വണ്ടി കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് കൊടുക്കുന്നില്ല. അമല പണിയുന്നേ. അമലിന്റെ പണിയുടെ പ്രത്യേകത ഞാൻ ഇതിനിടയ്ക്ക് ഞാനും പണിതു കേട്ടോ. അമലാണ്. അമലില്ലെങ്കിൽ എനിക്ക് പണിയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അമല് കാരനാണ് കാണിച്ചേ കണ്ടോ? എന്നാ ഒരു ഉമ്മ കൊടുത്തേ. ഇഷ്ടപ്പെട്ട എന്നാ കുഞ്ഞുമരത്തിന് ഉമ്മ കൊടുത്തേ. എടുത്തോ. ഉമ്മ എങ്ങനെയുണ്ട് അഞ്ചു? ഓ ഇനി വേറൊരു കാര്യം പറയാം. ഈ വണ്ടി ഞാൻ ഓരോ പ്രാവശ്യം ഓടിക്കുമ്പോഴും തുരുമ്പ് വണ്ടിയാന്ന് പറയുന്ന ഒരാളുണ്ട് ഈ വീട്ടിൽ. ഇതേ കേറുമ്പം കമ്പി കുത്തിക്കേറും, അത് കുത്തിക്കേറും എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട് ഈ വീട്ടിൽ. ആരാണ് ഞാൻ പറയുന്നില്ല. വെയിറ്റ് ഉണ്ട്. യെസ്, അവനവിടെ ഇറങ്ങി. നമ്മൾ അവരെ കൊണ്ടുവിടാൻ പോണ. താങ്ക് യു. നിങ്ങള് ഫസ്റ്റ് സെക്കൻഡ് ആർപ്പേക്ക് വന്നു. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം കാണാൻ. നല്ല രസം ഇത് കാണാൻ. ഇത് കാണാൻ നല്ല രസമാണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഡയറക്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് കാണിക്കാം. എന്തോ പറഞ്ഞോ? പറ. അതൊക്കെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. എന്നാ മീമി എടുക്കാനോ? അപ്പൊ മീമി ചൂണ്ടിടാൻ പോയതല്ലോ. എന്തോ ഒത്തിരി പേരുണ്ടായിരുന്നോ?